أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فقد قال الله سبحانه وتعالى في قرآنه العزيز: أعوذ بالله من الشيطان الرجيم. إنا نحن نزلنا الذكر وإنا له لحافظون. ആദ്യം ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാന കൽപ്പനയായ സമയം പാലിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തെ മാനിച്ച് നേരത്തെ എത്തി കാത്തിരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ യോഗം തുടങ്ങുകയാണ്. ഈ യോഗത്തിൽ ഹിഫ്ള് ട്രെയിനിങ് കോഴ്സ് നടത്താൻ എത്തിയിരിക്കുന്ന ഖാരി ഹാഫിൽ ആസിഫ് കൗസരി കുമ്മനം അവർകളെ അതീവ നന്ദിയോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ അനുജനും പ്രിയപ്പെട്ട ശിഷ്യനുമാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. നമ്മളുടെ വലിയ വിനീത ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരിമാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരെയും ഹമീമിൻ്റെ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഖിയാമത്ത് നാളിൽ ഒരു ഭാര്യയെയും ഭർത്താവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പോട്ട് കടന്നു വരാൻ പറയും. ഈ ദമ്പതികൾ ഇങ്ങനെ അവരെ വിളിച്ചു, അവരാകെ പരിഭ്രാന്തരായിരിക്കും. പടച്ചവനെ, ഈ വേളയിൽ അല്ലാഹു ഞങ്ങളെ എന്തിനാ വിളിക്കണത്? ഞങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും അല്ലാഹുവിന് ഇഷ്ടമില്ലായ്മകൾ കടന്നു വന്നിട്ടുണ്ടോ? ഞങ്ങൾ ദമ്പതികളായതിനു ശേഷം മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടുത്തോ? ഞങ്ങൾ മക്കളെ നല്ലതുപോലെ വളർത്തിയില്ലേ? ഈ കോടാനുകോടി ആൾക്കാർക്ക് മുമ്പിൽ വെച്ച് ഞങ്ങളെ പേര് വിളിച്ച് അങ്ങോട്ട് ക്ഷണിക്കുന്നല്ലോ എന്നിവരുടെ മനസ്സിൽ ആശങ്കയുണ്ടാവും. ആശങ്ക അവരുടെ മനസ്സിൽ മാത്രമായിരിക്കില്ല, അന്ന് കൂടിയിരിക്കുന്ന സഹസ്ര കോടികളും. ഹദീസിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തരും കൊതിക്കും, പടച്ചവനെ സ്വർഗത്തിലോട്ടെങ്കിൽ സ്വർഗത്തിലോട്ട്, നരകത്തിലോട്ടെങ്കിൽ നരകത്തിലോട്ട്. പക്ഷേ ഇങ്ങനെ 10,000 വട്ടം മരിക്കുന്ന വേദന തിന്നതുകൊണ്ട് ഈ മഹ്ശറയിൽ നിൽക്കാൻ പറ്റുന്നില്ല റബ്ബേ. ഈ ഘട്ടം ഒന്ന് കടത്തിത്തായെന്ന് ഓരോ ഹൽക്കും ഓരോ മനുഷ്യനും അവിടെ വിചാരിച്ചു പോകും. നമുക്കറിയാം, ഇവർ പടച്ചോനെ നരകത്തിലോട്ടെങ്കിൽ നരകത്തിലോട്ട് എന്ന് പറയുന്ന ആ ഒരു രംഗം അതിഭയാനകരമായിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ള ജീവിതവും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി ആഖിറത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു കുപ്പിയിൽ കടുകിട്ടു 1000 വർഷം കൂടുമ്പോൾ ഒരു പക്ഷി ഒരു കടുകെടുത്ത് പറന്നു പോകും. അങ്ങനെ അടുത്ത 1000 വർഷം തികയുമ്പോൾ ആ പക്ഷി വന്നിട്ട് അടുത്ത കടുക് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ ആവുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ കടുക് തീരും. ഇനി അങ്ങനെയല്ല, ഒരു മുറി നിറച്ചും കടുക് നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോഴും ആ പക്ഷി 1000 വർഷം കൂടുമ്പോൾ അതിൽ നിന്ന് ഒരു കടുക് എടുക്കും. അടുത്ത 2000 വർഷമാകുമ്പോൾ അടുത്തത്, 3000 വർഷമാകുമ്പോൾ ഓരോ കടുക് ഇങ്ങനെ എടുത്തെടുത്ത് പോയാലും അവസാനം ഒരു ദിവസം ആ കടുകും തീരും. ഈ ദുനിയാവ് മുഴുവനും കടുക് നിറച്ചിട്ട് അതിൽ നിന്നും ഒരു കടുക് 1000 വർഷം കൂടുമ്പം ഒരു പക്ഷി എടുത്തുകൊണ്ട് പോവുകയാണ്. ആ കടുക് എന്തായാലും തീരുമോ? ആ കടുകും ഒരു ദിവസം തീരും.
എത്ര കോടി 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 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ കടുക് തീരും. സഹോദരിമാരെ, ഇമാം ഗസാലി പറയുകയാണ്, ആഖിറം തീരുകയേയില്ല, ഒരിക്കലും തീരൂല. ആ ഒരിക്കലും തീരാത്ത ലോകത്ത് ഞങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ? ഞങ്ങളുടെ കയ്യിൽ വലം കൈയിലായിരിക്കുമോ? ഞങ്ങളുടെ ഗ്രന്ഥം ഇടം കൈയിലായിരിക്കുമോ? ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുമോ? ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഒരു മൂലയ്ക്ക് കയറാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഹൗദുൽ കൗസറിൽ വെള്ളം കിട്ടുമോ? ഈ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുമോ എന്ന് സകലമാന സൃഷ്ടികൾ അന്ന് അങ്കലാപ്പിലായിരിക്കും, നമുക്കറിയാം. അപ്പോഴാണ് ഒരു കെട്ടിയോനെയും കെട്ടിയോളെ അള്ളാഹ് വിളിക്കുന്നത്, ഇണകളെ അള്ളാഹ് വിളിക്കുന്നത്, നിങ്ങളിങ്ങോട്ട് വന്നേ. അപ്പോൾ ഇവരിങ്ങനെ പേടിച്ച് വിറച്ച് ആകാംക്ഷയോടെ ഭയത്തോടെ വിറയലോടെ മുമ്പോട്ട് പോകും. അപ്പോൾ അവരുടെ കയ്യിലൊരു ബോക്സ് ഇങ്ങനെ വരും. വിറച്ച കൈകളോടുകൂടി അവർ ആ ബോക്സ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ ചിത്രങ്ങളിൽ രാജാക്കന്മാർ മാത്രം ധരിച്ചിരിക്കുന്ന വസ്ത്രം അതിൽ കാണുന്നു. രാജാക്കന്മാരുടെ തലയിൽ വെക്കുന്ന കിരീടം അതിൽ കാണുന്നു. അവരോടത് അണിയാൻ പറയും. അവരിങ്ങനെ അണിയും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നോട്ടം അങ്ങോട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഇവിടെ പേടിച്ച് വിറച്ചിരിക്കവേ ഇവർക്ക് ഈ രാജകീയ വസ്ത്രം എങ്ങനെ ലഭിച്ചു? അവരും അങ്കലാപ്പിലായിരിക്കും. ഇത്രയും പേര് പ്രശ്നത്തിലായിരിക്കവേ ഞങ്ങൾ അങ്ങ് ജീവിതകാലം മുഴുവനും ദീനിനു വേണ്ടി ചെലവാക്കി ഇബാദത്തിന് മുഴുവനും കഴിഞ്ഞു കൂട്ടിയവരൊന്നും അല്ല. എല്ലാവരും പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലുമാണ്. എല്ലാവരും എങ്ങനെയെങ്കിലും ഈ രംഗത്ത് നിന്ന് രക്ഷപ്പെടണം കൊതിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഉടയാടകൾ ലഭിക്കുന്നു, ഞങ്ങൾക്ക് കിരീടം ലഭിക്കുന്നു. ഞങ്ങളിലേക്ക് എല്ലാവരും അസൂയയോടെ നോക്കുന്നു. പടച്ചവനെ എന്താണിത് എന്ന് ചോദിക്കുമ്പോൾ പടച്ചവൻ പറയുന്ന മറുപടി എന്തായിരിക്കും? നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ എൻ്റെ പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിക്കാൻ നിങ്ങൾ വിട്ടില്ലേ? അവര് ഹാഫിളായില്ലേ? അവിടെ ഹാഫിളത്തായില്ലേ? അതിന് ഞാൻ തരുന്ന പ്രതിഫലമാണ് ഈ മഹ്ശറയിൽ എല്ലാവരും വസ്ത്രത്തിനായിട്ട് കേഴുമ്പോൾ, എല്ലാവരും വെള്ളത്തിനായിട്ട് കേഴുമ്പോൾ, എല്ലാവരും ഭയന്ന് വിറയ്ക്കുമ്പോൾ നിങ്ങൾക്കിതാ സന്തോഷം, നിങ്ങൾ ആനന്ദത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കളുടെ അഭിമാനം അപ്പോൾ എന്തായിരിക്കും? ഇന്ന് കാണുന്ന 1000-ഓ 1,00,000-ഓ അല്ല നമ്മളെ അന്ന് നോക്കുന്നത്. ഈ മാതാപിതാക്കളെ നോക്കുന്നത് കോടാനുകോടി ആൾക്കാരായിരിക്കും. അവിടെ വെച്ചാണ് തങ്ങളുടെ മക്കളുടെ പേരിൽ ഈ ഉമ്മായുടെ തലയിൽ കിരീടം വരുന്നത്, ഉമ്മാക്ക് രാജകീയ വസ്ത്രങ്ങൾ ലഭിക്കുന്നത്, വാപ്പായുടെ തലയിൽ കിരീടം വരുന്നത്, വാപ്പാക്ക് രാജകീയ വസ്ത്രം ലഭിക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ അസൂയയുടെ കണ്ണുകളാൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. വീണ്ടും അപ്പോൾ എല്ലാവരും കൊതിക്കും, എൻ്റെ മകള് ഹാഫിളാണല്ലോ, എൻ്റെ മകൾ ഹാഫിളത്താണല്ലോ. അങ്ങനെ ലിസ്റ്റിൽ എല്ലാവരെയും വിളിച്ച് വസ്ത്രം കൊടുക്കും, കിരീടം കൊടുക്കും, സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. ഒരു ദമ്പതി ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൊതിച്ചിരിക്കും, എൻ്റെ പേര് വരും. 1000 പേര് കഴിഞ്ഞുപോയി, 1,00,000 പേര് കഴിഞ്ഞുപോയി, ഞങ്ങളുടെ മക്കളും ഹാഫിളത്തും ആലിമത്തും ആണല്ലോ, എൻ്റെ മകൻ ഹിഫ്ള് പഠിച്ചതാണല്ലോ, എൻ്റെ മകള് ഹാഫിളത്താണല്ലോ, എൻ്റെ ഊഴം ഇപ്പോൾ വരും. ലാസ്റ്റ് ഒരാളും കൂടെ ഉള്ളൂ. അപ്പൊ ഈ ഭാര്യയും ഭർത്താവും കരുതും, ഇതാ നമ്മുടെ ഓഹരി വന്നു, ഈ വിയർപ്പിൽ നിന്ന് നമ്മളിപ്പോ രക്ഷപ്പെടും, ഈ ടെൻഷനിൽ നിന്ന് നമ്മളിപ്പോ രക്ഷപ്പെടും. ഇതാ നമ്മളുടെ മകളുടെ പേര് വിളിച്ച് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ഷണിക്കാൻ പോകുന്നു പറയുമ്പം ആ പേര് അനൗൺസ് ചെയ്യും. അടുത്ത ഗിഫ്റ്റ് നൽകപ്പെടുന്നത് ഇന്നയാൾക്കായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ദമ്പതിമാരുടെ ഹൃദയം തകരും. അത് തങ്ങളുടെ പേരല്ല, തങ്ങളുടെ മകളുടെയും പേരല്ല. മനസ്സിൽ വിചാരിക്കും, പടച്ചവനെ ഞങ്ങളുടെ മകളെ ഹാഫിളത്താക്കിയതാണല്ലോ, എൻ്റെ മകനെ ഹാഫിളാക്കിയതാണല്ലോ, എന്നിട്ട് ഈ വലിയ ഒരു രക്ഷപ്പെടാനുള്ള അവസരത്തിൽ ഞങ്ങളുടെ പേരെന്തുകൊണ്ട് വിളിക്കാതെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മകൾ ഹാഫിളത്തായിരുന്നു,
പഠിച്ചു കഴിഞ്ഞ 10 മാസം, 6 മാസം, 1 വർഷം, 10 വർഷമായിരുന്നു. അതിനുശേഷം ദുനിയാവിൻ്റെ താളപ്പിഴകളിൽ അവൾ ആ ഖുർആൻ മനനം നിലനിർത്താൻ അവൾ മറന്നുപോയി. കുറച്ച് കഴിയുമ്പോൾ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതവും അവൾ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾക്കെന്നല്ല, അവൾക്ക് പോലും ഇന്ന് രക്ഷയില്ല എന്നവരോട് പറയപ്പെടുമ്പോൾ, സഹോദരിമാരെ, ആദ്യത്തെ കൂട്ടത്തിൽ നമ്മളും നമ്മളുടെ മാതാപിതാക്കൾ ഉൾപ്പെടാനും, രണ്ടാമത്തെ കൂട്ടത്തിൽ ഒരു കാരണവശാലും നമ്മളുടെ മാതാപിതാക്കൾ ഉൾപ്പെടാതിരിക്കാനും ആയിട്ടാണ് നമ്മളിവിടെ കൂടിയത്. സഹോദരിമാരെ, ഇത്രയും വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ഹാഫിദിനും ഹാഫിദത്തിനും തരുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? കലാകാല ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ ഹിഫ്ദിനെ നിമിത്തമാക്കിയതും നമുക്ക് ആ ഒരു ഭാഗ്യം അല്ലാഹു തരുന്നതും എന്തുകൊണ്ടാണ്? അല്ലാഹു ലോകത്തിന് മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഖുർആൻ ഇറക്കിയത് ഞാനാണ്, ആ ഖുർആനിനെ ഞാൻ തന്നെ സംരക്ഷിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുമ്പിൽ നടത്തിയ വെല്ലുവിളിയാണത്, ഒരു വാഗ്ദാനമാണത്, ഒരു ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ട് അല്ലാഹു ഹാഫിളീങ്ങളെ ഇങ്ങനെ തിരഞ്ഞെടുത്തു. ഓരോ കാലഘട്ടത്തിലും ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ ഈ ഖുർആനിനെ മനഃപ്പാഠം ചെയ്ത് അടുത്ത തലമുറയിലേക്ക് അതെത്തിക്കും. അവർ അടുത്ത തലമുറയിലേക്ക് എത്തിക്കും. ഈ കാണുന്ന ഖുർആൻ കോപ്പികൾ മുഴുവനും ആരെങ്കിലും പിടിച്ച് കത്തിച്ചു കളഞ്ഞാലും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഈ ഹാഫിളീങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ആ ഖുർആൻ എഴുതിയെടുക്കും. അങ്ങനെ അള്ളാഹു പറഞ്ഞ വാഗ്ദാനം പൂർത്തീകരിക്കുന്നവരാണ് നിങ്ങളും ഞാനും എന്ന അടിസ്ഥാനത്തിലാണ് നാളെ ഖിയാമത്ത് നാളിൽ ഇത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്നത്. അള്ളാഹു ലോകത്തിന് കൊടുക്കുന്ന വാക്ക് അത് പാലിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അസലിൽ ലൗഹുൽ മഹ്ഫൂദിൽ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. എത്ര വലിയ മഹത്വമാണ്! അള്ളാഹ് എത്ര സ്നേഹമുള്ളവനാണ്! ഞാനിതിങ്ങനെ ആലോചിക്കുവാണ്. ഈയിടയ്ക്കായിട്ട് എൻ്റെ പഠനങ്ങൾ മുഴുവനും പ്രപഞ്ചത്തെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിൻ്റെ വലിപ്പം, പ്രപഞ്ചത്തിൻ്റെ വലിപ്പം പറഞ്ഞ് ശാസ്ത്രം എത്തുന്ന ഒരു അറ്റമുണ്ട്. എന്താണെന്നറിയുമോ? ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം മനുഷ്യ ബുദ്ധികൾക്ക് ഒതുങ്ങാത്തതാണ്. അത്രമാത്രം വലുതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പമെന്ന്. നമ്മുടെ സൗരയൂഥം, സൂര്യനും ചുറ്റുമുള്ള ഗോളങ്ങളും, ഇതുപോലെ 40,000 കോടി നക്ഷത്രങ്ങൾ, അതിന് ചുറ്റുമുള്ള ഗോളങ്ങൾ, ഇതുപോലത്തെ പല കണക്കിന്, പല ആയിരക്കണക്കിന് കോടി, 20,000 കോടി ഗാലക്സികൾ, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ആകാശത്തിന് കീഴിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനപ്പുറം 7 ആകാശങ്ങളുണ്ട്. അള്ളാഹു പറയുകയാണ് ഈ 7 ആകാശങ്ങളെ കുറിച്ച്, ഇതെല്ലാം എൻ്റെ വലത് കൈക്കുള്ളിൽ ചുരുട്ടി വച്ചിരിക്കുകയാണ് ഞാൻ. നമ്മുടെ ഒരു കുട്ടി കൈക്കുള്ളിൽ മുട്ടായി ചുരുട്ടി പിടിച്ചിരിക്കുന്നത് പോലെ, അല്ലെ നമ്മുടെ കൈക്കുള്ളിൽ കുഞ്ഞിന് കൊടുക്കാൻ മുട്ടായി ചുരുട്ടി പിടിക്കുമ്പോൾ ആ മുട്ടായി എത്ര ചെറുതായിരിക്കും, നമ്മൾ എത്ര വലുതായിരിക്കും. അല്ലാഹു പറയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എൻ്റെ കൈ ചുരുളിനുള്ളിൽ ഒതുങ്ങുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാഹു തആല എത്രമാത്രം വലിയവനായിരിക്കും. ആ വലിയവൻ്റെ ഒരു സ്നേഹം ആലോചിച്ച് നോക്കുകയാണ്. അത്രമാത്രം വലിയവൻ എഴുതി വച്ചിരിക്കുകയാണ്, എൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ ഞാൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും, അതിനുവേണ്ടി ഞാൻ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹാഫിസ് ആസിഫ് കുമ്മനം, അൽ ഹാഫിള ഫാത്തിമ ഈരാറ്റുപേട്ട, ഇങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും പേര് അസലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി സെലക്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. അള്ളാഹ് എത്ര സ്നേഹമുള്ളവനാണ്! നമ്മൾ എന്തങ്ങോട്ട് കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തിരഞ്ഞെടുത്തത്? അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യം എത്രത്തോളമാണ്! പടച്ചവൻ പറയാണ്, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് നടന്നു വന്നാൽ, പതുക്കെ നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് സ്പീഡിൽ നടന്നു വരും. നിങ്ങൾ എൻ്റെ അടുത്തോട്ട് സ്പീഡിൽ നടന്നു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ഓടി വരും. ആരാ VIP ആയിട്ടുള്ള ആരാ ഉള്ളത്? നമ്മളിങ്ങനെ അദ്ദേഹത്തെ ഒന്ന് മുസാഫ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന് ഏതെങ്കിലും VIP മുസാഫ ചെയ്യുമോ? അവരുടെ എല്ലാ ഈഗോയും സഹിച്ചു വേണം ഒരു പ്രധാനിയെ പോയി കാണാൻ. പക്ഷെ നമ്മുടെ അല്ലാഹ്
നമ്മളെ പടച്ചവൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന് ഉമ്മത്തിലെ VVIP കാറ്റഗറിയിൽ നമ്മളെ ഉൾപ്പെടുത്തി അള്ളാഹ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് ഓടി വരും. അത്ര സ്നേഹമുള്ള പടച്ചവൻ നമുക്ക് പരിശുദ്ധമായ ഖുർആൻ തന്നിട്ടുണ്ട്. പക്ഷേ സഹോദരിമാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലെ ഹാഫിളത്തുകളെല്ലാം ആഖിറത്തിലെ ഹാഫിളത്തുകളല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ നമ്മളൊക്കെ ഹാഫിളാണ് എന്ന് പറയുന്നത് തെറ്റാണ്, മറിച്ച് നമ്മളെല്ലാം ഹാഫിളീങ്ങൾ ആയിരുന്നു. 30 ജുസുവിൻ്റെ ഹാഫിളീങ്ങൾ ആയിരുന്നു. ഇപ്പോൾ ചിലർ 20ൻ്റെ മാത്രമാണ്, ചിലർ 10ൻ്റെ മാത്രമാണ്, ചിലർ 1 ജുസുവിൻ്റെ പോലും ഹാഫിൾ അല്ല. ഇപ്പോൾ നമ്മൾ ഹാഫിളാണ് എന്ന് പറയാൻ അർഹരല്ല, മറിച്ച് നമ്മൾ ഹാഫിൾ ആയിരുന്നു എന്ന് പറയാനാണ് അർഹർ. അപ്പോൾ ഇങ്ങനെയുള്ള ഹിഫ്ളുമായിട്ട് നമ്മൾ പടച്ചവനെ കാണാൻ പോവുകയാണെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെ തലയിൽ കിരീടം വെച്ചു കൊടുക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറുമോ? നമ്മുടെ ഹിഫ്ള് അത്ര സ്വീകരിക്കപ്പെട്ടതായിരിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. സഹോദരിമാരെ, നമ്മളെ ആഖിറത്തിലോട്ടുള്ള ഹാഫിളത്തുകളാക്കി നമ്മളെ നിലനിർത്തുവാൻ, നമ്മൾ മരണപ്പെടുമ്പോൾ റബ്ബിൻ്റെ ലിസ്റ്റിൽ ഹാഫിൽ എന്ന് രേഖപ്പെടുത്തി തന്നെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. സഹോദരിമാർ, നമ്മളെ ക്ലാസ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട ആസിഫ് ഉസ്താദുകളാണ്. ഞാൻ സംസാരിച്ച പോലെ പ്രസംഗമോ ഒന്നുമല്ലായിരിക്കും, നിങ്ങളോടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച്, സഹാബി സ്ത്രീകളെ കുറിച്ച് നമുക്കറിയാം. സഹാബാക്കൾക്ക് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള വലിയ സഹാബാക്കൾ സഹാബി സ്ത്രീകളിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ മടിക്കാതെ അല്പം ധൈര്യമുള്ളവർ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പൊതുവെ സ്ത്രീകളുടെ പരിപാടികൾ നടത്തുമ്പോൾ ആ പരിപാടികൾ നടക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് റെസ്പോൺസ് ഇല്ല എന്നുള്ളത്. നിങ്ങൾ ശറഇൻ്റെ ഹദ്ദിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നും, ഇന്ന് നമ്മളിവിടെ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ആഖിറത്തിൻ്റെ ഹാഫിളത്തുകളായിരിക്കും ഞാനെന്ന്, ഹാഫിളത്തുകളിൽ ഉൾപ്പെടുമെന്ന് നിയത്ത് ചെയ്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ് നയിക്കുന്നതിന് ബഹുമാനപ്പെട്ട ആസിഫ് മൗലവി